ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, എപ്പോഴും സങ്കടങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരു സങ്കടം മാറുമ്പോൾ മറ്റൊരു സങ്കടം എൻ്റെ പിന്നാലെ വരുന്നു. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന പലരും ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദൈവമേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും സമാധാനമില്ലെങ്കിൽ, കൂടെ ആരുമില്ലെങ്കിൽ, എപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് നാം കരുതുന്നു. നിങ്ങളിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളോട് വചനം ഇങ്ങനെയാണ് പറയുന്നത്. റോമർ 5:3-4 വാക്യങ്ങൾ. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. കൂടുതൽ കരുണയുള്ളവരും പക്വതയുള്ളവരും ആയി മാറാൻ ഈ അനുഭവങ്ങൾ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയാണ്. നാം വഴിതെറ്റി പോകാതെ ഇരിക്കാൻ. എല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ നാം ദൈവത്തെ മറന്നുപോകും. സഹോദരങ്ങളെ, ഒരു കൊച്ചുകുട്ടി ഓടിക്കളിക്കുമ്പോൾ അവൻ വീഴുമ്പോഴാണ് അവൻ്റെ അമ്മയെ അവൻ തിരക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെയാണ് നാമും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം, എപ്പോഴും സന്തോഷം മാത്രം. സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നാം ഓരോരുത്തരും ദൈവത്തെ മറക്കാൻ തുടങ്ങും. നാം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനായി തുടങ്ങും. പക്ഷേ ആ കൊച്ചുകുട്ടിയെ പോലെ ഇടയ്ക്കൊന്ന് വീഴുമ്പോഴാണ് നാം ദൈവത്തെ തിരക്കുന്നത്. ദൈവത്തെ നാം മറന്നു പോകാതെ ഇരിക്കാൻ ഈ അവസ്ഥകൾ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഓരോ വീഴ്ചയിലും നാം പലതവണ ദൈവത്തെ സ്നേഹിക്കാനായി, ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാനായി ഒരുങ്ങുമ്പോൾ, നമ്മുടെ കഷ്ടതയിലും നാം പ്രാർത്ഥിക്കാനായി ഒരുങ്ങുമ്പോഴാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നാം മാറ്റി നിർത്തിക്കൊണ്ട് ആ നിമിഷവും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് സ്നേഹം വർദ്ധിക്കുന്നു. നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ നാം നമ്മുടെ പരിമിതികൾ തിരിച്ചറിയും. നമ്മുടെ കുറവുകൾ നാം തിരിച്ചറിയും. നമ്മുടെ തെറ്റുകൾ നാം തിരിച്ചറിയും. അപ്പോഴാണ് അവിടെ മാനസാന്തരം ഉണ്ടാകുന്നത്. അവിടെ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. അപ്പോഴാണ് സങ്കടമുള്ള, വിഷമത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ നാം കാണുമ്പോൾ അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ വേദനകൾ, സങ്കടങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നാം മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു 10 മടങ്ങ് നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള വലിയൊരു താക്കോൽ, ആ വലിയ ഒരു വജ്രം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു പ്രത്യേക രോഗത്തിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയോ കടന്നു പോകുന്നവരാണെങ്കിൽ അതേ പ്രശ്നമുള്ള മറ്റൊരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സങ്കടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. അവരെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നു. ഒറ്റപ്പെടുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കുക, അവിടെ ദൈവത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി വലിയ നന്മകൾ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി പദ്ധതിയിടുന്നു എന്നതാണ്. നിങ്ങളുടെ മുൻപിൽ കാണുന്നത് ഒരു വഴിയാണെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, ആ വഴികൾ നിന്റെ മുൻപിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒറ്റപ്പെടലിൻ്റെ വേദനയുടെ സങ്കടത്തിൻ്റെ ഈ ജീവിതത്തിൽ
ഉറപ്പായും ദൈവം നിനക്ക് ചുറ്റുമായി പല വാതിലുകൾ തുറന്നു തരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അടഞ്ഞ ഒരു വാതിലിനു പകരമായി നിനക്ക് ദൈവം പല വാതിലുകൾ നിന്റെ മുൻപിൽ കാണിച്ചു തരും. മനസ്സിലാക്കുക, നീ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. നിന്റെ ഉറക്കത്തിലും നിന്റെ നടപ്പിലും നിന്റെ ഇരിപ്പിലും എല്ലായ്പ്പോഴും നിന്റെ കൂടെ ദൈവമുണ്ട്. അവൻ നിന്റെ പ്രവൃത്തിയെ കാണുന്നു. നിന്റെ ഒറ്റപ്പെടലിലും നിന്റെ സങ്കടത്തിലും നീ ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ ദൈവം അത് കാണുന്നു. നിനക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്. അത് നിശ്ചയമായ കാര്യമാണ്. സാമ്പത്തികമായി നീ ഇപ്പോൾ ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത്? എങ്കിൽ ഇതേ ബുദ്ധിമുട്ടുള്ള ഒരാളെയെങ്കിലും നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ദൈവം ആ പ്രവൃത്തിയെ അവിടുന്ന് നോക്കിക്കാണുന്നു. ചിലപ്പോൾ നീ അവർക്ക് ഒരു നേരത്തെ ആഹാരമായിരിക്കാം നൽകുന്നത്. ചിലപ്പോൾ നീ 1 രൂപയായിരിക്കാം നൽകുന്നത്. അവിടെ 1 രൂപയ്ക്ക് പകരം ദൈവം നിനക്ക് വലിയ ഉപകാരത്തെ നൽകുമെന്നുള്ളത് തീർച്ചയാണ്. ദൈവം നോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നിന്റെ എല്ലാ വേദനകളും നീ മാറ്റി നിർത്തിക്കൊണ്ട്, നീ ഒറ്റപ്പെടലിൻ്റെ എല്ലാ വേദനകളും നീ സഹിച്ചുകൊണ്ട് നീ അതേ അവസ്ഥയിലുള്ള ഒരാളെ നീ സഹായിക്കുമ്പോൾ, ചിലപ്പോൾ അതൊരു വാക്കുകൊണ്ട് മാത്രമാകാം, പക്ഷേ അതിനും ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിൽ വരുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു നല്ല വാക്കിനു പോലും പ്രതിഫലം നൽകുന്ന ഒരു വലിയ ദൈവം നിന്റെ മധ്യയുണ്ട് എന്ന് നീ ആലോചിക്കുക. നിന്റെ ഇല്ലായ്മയിലും നീ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് ദൈവം നിന്റെ ജീവിതത്തിൽ സമ്പന്നതയുടെ വലിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ച് നീ കരയാതെ വണ്ണം, ദൈവമേ, ഞാൻ ഒറ്റപ്പെടലിൻ്റെ വേദനയിലായിരിക്കുന്നു, എങ്കിലും എൻ്റെ ദൈവം എനിക്ക് ഇന്നത്തേക്ക് വേണ്ടിയുള്ളത് എൻ്റെ ദൈവം എൻ്റെ കൈകളിൽ തന്നു എന്നതിന് ദൈവത്തോട് നന്ദി പറയുക. എൻ്റെ ഇല്ലായ്മയിലും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ കരങ്ങളെ അതിന് ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നീ ചിന്തിക്കുന്നതിലും ഉപരി നിന്റെ കൈകളിൽ വന്നു ചേരും. നമ്മുടെ കഷ്ടതകളും ഒറ്റപ്പെടലുകളും മറ്റ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരു വെളിച്ചമാണ്. സഹോദരങ്ങളെ, കഷ്ടതയുടെ നടുവിലും ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അതുപോലെ ഇന്ന് നിങ്ങളും പറയുക: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ അവനെ വിടുകയില്ല. എൻ്റെ ദൈവം ശക്തനാണ്. എനിക്ക് ചെറിയ കഷ്ടത തന്നാലും വേദനകൾ തന്നാലും അതിനേക്കാളുപരി നന്മകൾ നൽകാൻ എൻ്റെ ദൈവം വലിയവനാണ്. സഹോദരങ്ങളെ, വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. കഷ്ടപ്പാട് നിന്റെ ജീവിതത്തിൽ നൽകുന്നത്, ഒറ്റപ്പെടൽ നിന്റെ ജീവിതത്തിൽ നൽകുന്നത് ഒരിക്കലും നിന്നെ തകർത്ത് കളയാനുള്ള ദൈവത്തിൻ്റെ പ്ലാനല്ല. നീ വിചാരിക്കുന്നതിനും അപ്പുറം, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിറവേറുന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. നീ ഭയന്നു പോകരുത്. ദൈവത്തെ തള്ളിപ്പറയരുത്. നീ ഈ സങ്കടത്തിലും ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ, നീ എനിക്ക് തന്ന എല്ലാ ചെറിയ വലിയ നന്മകൾക്കായി നന്ദി പറയുന്നു എന്ന് ഓരോ നിമിഷവും നീ നഷ്ടപ്പെടുത്താതെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കും. അവിടെ ദൈവത്തിന് പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. നിന്റെ സ്നേഹത്തിൽ, നിന്റെ വിശ്വാസത്തിൽ ദൈവം നിനക്കത് ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്നീ നിമിഷം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക: ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതിന് ദൈവത്തോട് നന്ദി പറയുക. അതുകൊണ്ട് ദൈവത്തിനറിയാം ഓരോ സങ്കടം വന്നാലും നിന്നെ എങ്ങനെ കരകയറ്റണമെന്ന്. ദൈവം അത് ഉപരിയായി ചെയ്യുന്നുമുണ്ട്. എല്ലാം തകർന്നു എന്ന് നീ ചിന്തിച്ചപ്പോൾ, നിന്റെ ജീവിതം നീ മടുത്തു എന്ന് ചിന്തിച്ചപ്പോൾ ദൈവം നിന്നെ കൈവിട്ടില്ല. ദൈവം നിന്നെ കാത്തു പരിപാലിച്ചു. കാരണം ദൈവത്തിന് ആവശ്യം നിന്റെ ജീവിതം നഷ്ടപ്പെടുക എന്നതല്ല. നിന്റെ ജീവിതം നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതായി നിനക്ക് നന്മകൾ നൽകണമെന്നുള്ളതാണ്. എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദൈവം നിന്നെ അവിടുന്ന് കരകയറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, കരയണ്ട, വിഷമിക്കണ്ട. ദൈവത്തോട് ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് ജീവിക്കുക. നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്
ദൈവം തരാനിരിക്കുന്ന ആ വലിയ നന്മകൾക്ക് വേണ്ടി ഇപ്പോഴേ ദൈവത്തോട് നന്ദി പറയുക. വൈകാതെ വണ്ണം ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്ന് നീ വലിയൊരു നന്മയിലേക്ക് കരകയറാൻ പോകുകയാണ്. ദൈവത്തോട് നന്ദി പറയുക. ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ വേദനകൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് തരാനിരിക്കുന്ന നന്മകൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയാം. അല്പനേരം കണ്ണടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപിയായ അടിയങ്ങളെ ഈ നിമിഷവും ദൈവം അവിടുന്ന് ഭൂമിയിൽ അവിടുന്ന് ശേഷിപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ സമ്പന്നത കൊണ്ടല്ല, ഞങ്ങളുടെ പദവി കൊണ്ടല്ല കർത്താവെ, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവെ, ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുന്ന് തരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അവിടുന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ബുദ്ധിമുട്ടെന്താണ് എന്ന് അടിയൻ അവിടുന്ന് അറിയുന്നില്ല. പക്ഷേ എല്ലാം അറിയുന്ന സ്വർഗത്തിൻ്റെ നാഥൻ അവർക്ക് വേണ്ടി വലിയ നന്മകൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വീഡിയോ കാണുന്നവർ കർത്താവെ, പലരും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ്. യേശുവേ, നീ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യത്തെ അവർ മനസ്സിലാക്കുവാൻ, ദൈവമേ, അവരുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി കർത്താവേ അത് എന്നേക്കുമായുള്ളതല്ല എന്ന് അവർ വിശ്വസിക്കുവാൻ, ദൈവമേ, അവരുടെ കഷ്ടതയെല്ലാം മാറിക്കൊണ്ട്, അവരുടെ ഈ ഒറ്റപ്പെടലിൻ്റെ വേദനകളെല്ലാം മാറിക്കൊണ്ട് എൻ്റെ ദൈവം വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർ കർത്താവെ വീഡിയോ കാണുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ സമ്പന്നത കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ, അവർ ദൈവത്തെ വിളിക്കുന്നത് കർത്താവെ പാഴല്ല എന്നുള്ള സത്യത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ കർത്താവെ സമ്പന്നമായ നന്മകളെ എൻ്റെ ദൈവം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സങ്കടമുള്ള മറ്റുള്ളവരെ സഹായിപ്പാൻ തക്കവണ്ണം അവരുടെ കരങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടല്ല കർത്താവെ, എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് അവിടുന്ന് അങ്ങ് പ്രവർത്തിക്കണമേ. വചനം പറയുന്നത് പോലെ ഒന്നും നിൻ്റെ തിന്മയ്ക്കായിട്ടല്ല, എല്ലാം നിൻ്റെ നന്മയ്ക്കായിട്ടത്രേ. വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളെയും, കമൻറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, അവരുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ. ഒറ്റപ്പെടലിൻ്റെ വേദനകളുടെ വഴികളെ അവിടുന്ന് മാറ്റിക്കൊണ്ട് എൻ്റെ ദൈവം സമൃദ്ധിയുള്ള ഒരു ജീവിതം അവർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.